നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പുതുതായി തുടങ്ങിയിരിക്കുന്ന ടറോട്ട് ലവ് എനർജീസിന്റെ വാട്സപ്പ് ചാനലിലേക്കും ഇൻസ്റ്റഗ്രാമിലേക്കും എല്ലാ മാന്യ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു. രണ്ടിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒട്ടും വൈകിക്കാതെ തന്നെ നമുക്ക് പോകാം. അപ്പോൾ ഞാനൊരു മോശപ്പെട്ട വ്യക്തിയാണെന്നാണോ നീ എന്നെക്കുറിച്ച് കരുതിയിരിക്കുന്നത്? ഈ വ്യക്തിയുടെ സത്യമായ വികാരങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ പരിപൂർണമായിട്ടും യാതൊരു തരത്തിലുമുള്ള സംസാരമോ കോൺവെർസേഷനോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ വിശദാംശങ്ങൾ നിങ്ങളോ നിങ്ങളുടെ വിശദാംശങ്ങൾ ആ വ്യക്തിയോ അറിയുന്നില്ലെങ്കിൽ, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വായന ഉപകാരപ്രദമാവുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ സാഹചര്യം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടാകാം. നിങ്ങളുടെ സാഹചര്യങ്ങൾ ഈ വ്യക്തിക്കും നന്നായി അറിയണമെന്ന് ഉണ്ടാകാം. പക്ഷെ അതിനുള്ള ഒരു സാന്നിധ്യം അല്ലെങ്കിൽ അത്തരം ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നില്ല. ഈ വ്യക്തി ഒരു പക്ഷേ ഒരുപാട് ദൂരെ ആയിരിക്കാം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അടുത്താണെങ്കിൽ പോലും നിങ്ങളിലേക്ക് വരാനോ സംസാരിക്കാനോ കഴിയാത്തത്ര വിധത്തിൽ അകന്ന് കഴിയുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ നോ കോണ്ടാക്റ്റോ അതുപോലെ ബ്രേക്കപ്പോ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരുപാട് വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ വ്യക്തിക്ക് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് സംസാരിച്ചു വരണം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള കോൺവെർസേഷൻ വീണ്ടും തുടങ്ങി വെക്കണമെന്ന് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ചില തയ്യാറെടുപ്പുകളും അതിനു വേണ്ടിയിട്ടുള്ള ചില പ്ലാനിങ്ങുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടോ എന്തെങ്കിലും ഒരു കാരണങ്ങളിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് വളരെയധികം ഒരു മനസ്സിനെ വേദനിപ്പിക്കുകയും ടെൻഷൻ അടിപ്പിക്കുകയും ചെയ്യിപ്പിക്കുന്ന കടമ്പകളിലൂടെയാണ് ഈ വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് തുറന്നു പറയുന്നില്ല എന്നുള്ളത് ഒരു പ്രപഞ്ച സത്യമാണ്. ഒരുപക്ഷെ തുറന്നു പറഞ്ഞാൽ നിങ്ങൾ അതിനേക്കാൾ കൂടുതൽ പേടിക്കുമോ, ഭയക്കുമോ, വിഷമിക്കുമോ എന്നുള്ള തോന്നലാണ് ഈ വ്യക്തി നിങ്ങളിൽ നിന്നും എല്ലാം ഒളിപ്പിച്ചു വെക്കുന്നത്. തീർത്തും അത് താല്പര്യമില്ലാഞ്ഞിട്ടല്ല. അതുമാത്രമല്ല, ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ആ ഒരു വികാരങ്ങൾ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള അട്രാക്ഷൻ, ആകർഷണം, അതിവിടെ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാം. ഈ വ്യക്തിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രശ്നങ്ങളെല്ലാം ഈ വ്യക്തി അഭിമുഖീകരിക്കുന്നത് വളരെയധികം ഫൈറ്റിംഗ് എനർജിയോട് കൂടി തന്നെയാണ്. എന്തൊക്കെ പ്രശ്നങ്ങളാണോ അതുമായിട്ട് മെല്ലിട്ട് അതിൻ്റെ മുകളിലേക്ക് പറന്നുയരാൻ ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിനെല്ലാം അതുക്കും മേലെ പറക്കുവാനായിട്ട് ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് തീർച്ചയായിട്ടും തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട്. അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ട്. ഒരിക്കലും വിധിക്ക് വിട്ടുകൊടുക്കാനോ അല്ലെങ്കിൽ ഇതാണ് എൻ്റെ വിധി, ഇതാണ് എൻ്റെ യോഗ്യത, എനിക്ക് ഇത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ള നിലപാടിലേക്കൊന്നും പോകാനോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ജീവിച്ചു പോകാം എന്നുള്ള രീതിയിലോ ഈ പേഴ്സൺ ഒരിക്കലും നിൽക്കുകയില്ല. താൻ ആഗ്രഹിച്ചത് എന്താണോ അത് പൂർവാധികം ശക്തിയോട് കൂടി നേടിയെടുക്കണമെന്നും, ഇപ്പൊ നിങ്ങളെയാണ് ആഗ്രഹിച്ചിട്ടുള്ളത്, നിങ്ങളെയാണ് ഈ വ്യക്തി നോട്ടമിട്ടിട്ടുള്ളത്, ഇപ്പൊ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബന്ധം പരിപൂർണമായിട്ടും സഫലീകരിക്കണം എന്നുള്ള ഒരു ചിന്തയോട് കൂടി തന്നെയാണ്, അത്തരം ഒരു ലക്ഷ്യബോധമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ നിങ്ങൾ രണ്ടുപേരും വിവാഹിതരല്ലാത്ത കമിതാക്കളാണെങ്കിൽ യാതൊരു തരത്തിലുമുള്ള തടസ്സങ്ങൾ നിങ്ങളെ അലട്ടുന്നില്ല എങ്കിൽ, പ്രത്യേകിച്ച് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് വളരെയധികം ആത്മവിശ്വാസമുണ്ട് ഈ വ്യക്തിയുമായിട്ട് ഒന്നിക്കാൻ സാധിക്കും എന്നുള്ളത്. പക്ഷേ ഈ വ്യക്തി വിചാരിക്കുന്നത്, ഇപ്പോൾ നോ കോണ്ടാക്റ്റിലും അതുപോലെ പരസ്പരം സംസാരമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ മോശമായിട്ടാണോ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്, വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഇങ്ങനെയുള്ള ചിന്തകൾ ഈ വ്യക്തിയുടെ മനസ്സിൽ ഉടലെടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഒരുപക്ഷെ നിങ്ങൾ ഒരു കാര്യവും ഈ വ്യക്തിയോട് ഒന്നും ചോദിക്കുന്നില്ല, തുറന്ന് പറയാൻ ശ്രമിപ്പിക്കുന്നില്ല.
ഈ വ്യക്തിയുടെ ഒരു കാര്യത്തിലും നിങ്ങൾ ഇടപെടുന്നില്ല. നിങ്ങൾ വളരെ മൗനം ആചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ മൗനവും ഒരു കണക്കിന് വെച്ച് നോക്കുമ്പോൾ ഈ വ്യക്തിയെ കൂടുതൽ കൂടുതൽ കൺഫ്യൂഷൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. കാരണം നിങ്ങൾ മിണ്ടാതിരിക്കും തോറും ഈ വ്യക്തിക്ക് വളരെയധികം ഭീതി ഉളവാക്കുന്ന രീതിയിലാണ് ഈ വ്യക്തിയുടെ മാനസികാവസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, ഇവിടെ വളരെയധികം ഒരു ഒരു യാതൊരു തരത്തിലും ഇതിലേക്ക് തിരിച്ചു വരാനായിട്ട് ഈ വ്യക്തി തടസ്സം നിൽക്കുന്നില്ല, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ മനസ്സ് തടസ്സം നിൽക്കുന്നില്ല എന്നുള്ളതാണ്. എന്തൊക്കെ സാഹചര്യങ്ങൾ സംഭവിച്ചാലും നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുള്ളത് തന്നെയാണ് ഈ വ്യക്തിയുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. പക്ഷെ ഈ വ്യക്തിയെ ഇവിടെ പലവരും നല്ല രീതിയിൽ തന്നെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് നെഗറ്റീവായി തന്നെയാണ് കാണപ്പെടുന്നത്. ഇവിടെ പലവരുടെയും ബന്ധത്തിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് നമുക്കിവിടെ കാണാനിടയാകുന്നു. അപ്പൊ അവരുടെ ഒരു മോശപ്പെട്ട സാന്നിധ്യം മൂലം ഇവിടെ പലതരത്തിലുള്ള വിള്ളലുകൾ നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അത്തരം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അടുത്ത് പറയാനോ ചർച്ച ചെയ്യാനോ ഈ വ്യക്തി തയ്യാറാകുന്നില്ല. പക്ഷേ ഈ വ്യക്തിക്ക് ഒരു നിർബന്ധമുണ്ട്. ഈ വ്യക്തിയുടെ നിരപരാധിത്യം തെളിയിക്കണം. ഈ വ്യക്തി സത്യമാണെന്നും ഈ വ്യക്തിയുടെ സ്നേഹം വിശ്വസിക്കാൻ പറ്റുന്നതാണെന്നും ഈ വ്യക്തിക്ക് നിങ്ങൾക്ക് മുന്നിൽ തെളിയിക്കണം. അതിനു വേണ്ടിയിട്ട് ഈ വ്യക്തി ഏതറ്റം വരെ പോകുന്ന ഒരു മനോഭാവത്തിലാണ് ഇരിക്കുന്നത്. അതുമാത്രമല്ല നമുക്കിതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, ഇവിടെ വളരെയധികം ശത്രുക്കളുടെ ഒരു സാന്നിധ്യം നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അത് ശത്രുക്കളുടെ സാന്നിധ്യം നോക്കുകയാണെങ്കിൽ അവരുടെ ഉദ്ദേശം എന്തായിരുന്നോ അതെല്ലാം പല കാര്യങ്ങളും ആ ഉദ്ദേശങ്ങൾ പലതും നടന്നു കിട്ടിയതായിട്ടാണ് കാണിക്കുന്നത്. അത് ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്കിടയിലുള്ള വിള്ളലുകളായിരിക്കാം, സെപ്പറേഷൻ അവസ്ഥകളായിരിക്കാം, മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ആയിരിക്കാം. അതായത് അതിനെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ വളരെയധികം ഒരു തെറ്റിദ്ധാരണകൾ. അപ്പൊ അത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഇവിടെ തേർഡ് പാർട്ടി അവസ്ഥകൾ ഉള്ളത് കൊണ്ട് തന്നെ ഒരു പരിധി വരെ നിങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുള്ളതായി കാണിക്കുന്നു. ഈ തേർഡ് പാർട്ടിയുടെ ഏറ്റവും കൂടുതൽ ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിയെ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ സ്നേഹം വളരെയധികം മോശപ്പെട്ട രീതിയിൽ, അല്ലെങ്കിൽ അത്രയും അതിന്റെ മഹത്വം കളയുന്ന രീതിയിലുള്ള ഒരു തിരിച്ചടികളാണ് ഈ ഒരു ശത്രുക്കളിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ അതുകൊണ്ടൊന്നും ഒരിക്കലും ഈ ഒരു പ്രണയത്തെയോ സ്നേഹത്തെയോ താഴ്ത്തിക്കെട്ടാനോ അല്ലെങ്കിൽ അതിന്റെ മഹത്വം പരിപൂർണമായിട്ടും കളയാനോ നശിപ്പിക്കാനോ സാധിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കുറച്ചു കാലഘട്ടമെങ്കിലും നിങ്ങൾ രണ്ടുപേരും അകന്നു പോകേണ്ടി വന്നെങ്കിൽ പോലും വീണ്ടും നിങ്ങൾ രണ്ടുപേരും ഒരുമിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ ഇപ്പോൾ പറയുവാനാണെങ്കിൽ നിങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയാണ് ഈ പേഴ്സൺ ഏറെക്കുറെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഈ വായന കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കിടയിൽ അപ്രതീക്ഷിതമായി ഒരു സംഭാഷണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറെയായിട്ട് കാണിക്കുന്നു. ഇവിടെ നല്ല രീതിയിലുള്ള ആഘോഷത്തെയും ഒരു വിവാഹ സൽക്കാരത്തെയും അല്ലെങ്കിൽ ഒരു വിവാഹത്തെയും ആഘോഷങ്ങളെയും ഒക്കെയാണ് സൂചിപ്പിക്കുന്നത്. സാമ്പത്തികപരമായിട്ടുള്ള നല്ല രീതിയിലുള്ള നേട്ടങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അത് ഈ വ്യക്തി ആഗ്രഹിച്ചിട്ടുള്ള മറ്റേതെങ്കിലും മേഖലയിൽ നിന്നും ലഭിച്ചിട്ടുള്ള അംഗീകാരമോ സന്തോഷ വാർത്തകളോ ഉയർച്ചകളോ ആയിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ മനസ്സിൽ വളരെയധികം വിജയിക്കണം, അല്ലെങ്കിൽ വിജയിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ തല ഉയർത്തി നോക്കി നിൽക്കണം എന്നുള്ള ചിന്താഗതി തന്നെയാണ് ഈ വ്യക്തിയെ മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നത്. വളരെ ബാല്യകാലം തൊട്ട് തന്നെ ഈ വ്യക്തി ഓരോ കാര്യങ്ങളെയും തോൽപ്പിച്ചുകൊണ്ട് തന്നെയാണ്, ഓരോ പ്രതിസന്ധികളെയും യുദ്ധം ചെയ്ത് തോൽപ്പിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. അതൊരു പക്ഷേ ഈ വ്യക്തിയുടെ കർമ്മമായിരിക്കാം. അതേ രീതി തന്നെയാണ്, അല്ലെങ്കിൽ അത്തരം ഒരു മനോഭാവം അല്ലെങ്കിൽ അതേ എനർജി തന്നെയാണ് നമുക്ക് ഈ ഒരു പ്രണയബന്ധത്തിലും കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് ഭയമുണ്ട്. നിങ്ങൾ ഈ വ്യക്തിയുടെ നേർക്ക് മൗനമായിട്ട് നിൽക്കുന്നതും കൃത്യമായിട്ട് സംസാരിക്കാത്തതും താല്പര്യം കാണിക്കാത്തതും. ഒരുപക്ഷെ നിങ്ങൾക്ക് വളരെയധികം ദേഷ്യമുണ്ടാകാം ഈ വ്യക്തിയോട്. കാരണം ഈ ഒരു ബന്ധം ഇങ്ങനെ പോകുന്നത് കൊണ്ട് തന്നെ, യാതൊരു തരത്തിലും എവിടെയും എത്താതെ പോകുന്നത് കൊണ്ട് തന്നെ. അപ്പൊ നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഒരു പരാതിയും പരിഭവവും ഇഷ്ടക്കുറവും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഈ വ്യക്തിയോട് വരുന്നുണ്ടാകാം.
പക്ഷേ ഈ വ്യക്തി മനസ്സിൽ വിചാരിക്കുന്നത് നിങ്ങൾ ഒരു പക്ഷേ ഈ വ്യക്തിയെ മോശമായിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ ഈ വ്യക്തി മോശക്കാരനാണ്, മോശക്കാരിയാണ്, എന്തൊക്കെയോ കള്ളങ്ങളുണ്ട്, രഹസ്യങ്ങളുണ്ട്, എന്തൊക്കെയോ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് നിങ്ങളുടെ മുഖത്ത് നോക്കാത്തതും മാറി നിൽക്കുന്നതും എന്നുള്ള രീതിയിലാണ്. പക്ഷേ അങ്ങനെയൊന്നുമല്ല. ഇവിടെ തേർഡ് പാർട്ടിയുടെ സാന്നിധ്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ കൂടി അവരിലേക്ക് പരിപൂർണമായിട്ടൊന്നും ഈ വ്യക്തി വീണു പോയിട്ടില്ല, അല്ലെങ്കിൽ അടിയറവ് വെച്ചിട്ടില്ല. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വ്യക്തിയെ വിശ്വസിക്കാവുന്നതാണ്. പക്ഷേ നല്ല രീതിയിൽ തന്നെ സമയമെടുക്കും എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. അതുകൊണ്ട് ഈ വ്യക്തിക്ക് വളരെയധികം വിഷമമാകുന്നുണ്ട് നിങ്ങളുടെ ഈ ഒരു മൗനം. അതിനോടൊപ്പം തന്നെ ഈ വ്യക്തിക്ക് സ്വയം തന്നെ ഒരു അസ്വസ്ഥത തോന്നുന്ന ഒരു മാനസികാവസ്ഥയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഞാൻ വലിയ രീതിയിൽ തെറ്റ് ചെയ്തു പോയോ, ഞാൻ എന്ത് അപരാധമാണ് ചെയ്തത്, അല്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് എന്താണ് ഉണ്ടായിട്ടുള്ളത്, അങ്ങനെയുള്ള കുറേ ചിന്തകൾ, ചോദ്യങ്ങൾ, അസ്വസ്ഥതപ്പെടുത്തുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ ഈ വ്യക്തിക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ തീർത്തും എല്ലാ കാര്യങ്ങളും വളരെയധികം സോൾവ് ആയതിനു ശേഷമായിരിക്കും ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അപ്പൊ ഈ വ്യക്തിയുടെ സത്യമായ വികാരങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളെ നെഞ്ചോട് ചേർത്ത് കൂടെ ജീവിക്കാൻ തന്നെയാണ്. അത് തന്നെയാണ് ഈ വ്യക്തിയുടെ കൃത്യമായിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ദയവായി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തണം. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.